ഞാനിപ്പോൾ ഇതൊന്നും NSSൻ്റെ ഡയറക്ടർ ബോർഡിനെ ഒന്നും അറിയിച്ചിട്ടില്ല. പക്ഷെ ഞാൻ NSSൻ്റെ ഡയറക്ടർ ബോർഡ് വിളിച്ചു. ഞാൻ നേരത്തെ പറയുന്നു, ഐക്യം പൂർണ്ണമാകണമെങ്കിൽ ഡയറക്ടർ ബോർഡ് വിളിച്ചുകൂട്ടി ഡയറക്ടർ ബോർഡിൻ്റെ തീരുമാനപ്രകാരമേ ആവൂ എന്നും ഞാൻ അന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഞാൻ ഡയറക്ടർ ബോർഡ് ഉടനെ വിളിച്ചുകൂട്ടി ഞാൻ എൻ്റെ അനുഭവവും എൻ്റെ തീരുമാനവും ഒരു പ്രമേയ രൂപത്തിൽ അവതരിപ്പിച്ച് ഞാൻ ഇതിൽ ബോർഡിൽ വെച്ച് ഞാനിതെല്ലാം കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ബോർഡാണ്, ഞാൻ ഉൾപ്പെടുന്ന ബോർഡാണ് അതിനെ അംഗീകരിച്ചെടുത്തത്. ആരും എതിർത്തിരുന്നില്ല. ഇവിടെ വന്ന ആ ഒരു ബോർഡ് മെമ്പർമാരും എതിർത്തുന്നില്ല. നമുക്ക് ആവശ്യമില്ല, അതവിടെ കൊണ്ട് അവസാനിച്ചത് നന്നായി. കാരണം നമുക്ക് എല്ലാ സമുദായവുമായി സൗഹാർദ്ദമായി പോകണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി ഒരകലത്തിൽ പോകണം. ആരോടും ഒരു വിധത്തിലുമുള്ള അകൽച്ച പാടില്ല. ഇതൊക്കെയാണ് നമ്മുടെ NSSൻ്റെ കാഴ്ചപ്പാട്. ഇപ്പോൾ ഏതായാലും അതിന് വിഘാതമായ ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് NSS ഡയറക്ടർ ബോർഡിനും കൂടെ ബോധ്യമായതിൻ്റെ ഫലമായിട്ട് എല്ലാവരും കൂടി ഏകമനസ്സോടുകൂടി ഒരാൾ പോലും എതിർക്കാതെ പാസ്സാക്കിയ പ്രമേയം ഞാൻ എൻ്റെ പേര് വെച്ച് പരസ്യം ചെയ്തതാണ്. അല്ലല്ല, അത് അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ടോയെന്ന് എനിക്കൊരു സംശയം. അതായത് മകൻ BJP-ക്കാരൻ, അദ്ദേഹം ചർച്ചയ്ക്ക് വേണ്ടി വരുന്നു. 2-3 ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞ് 3-4 ദിവസം പോയി കഴിഞ്ഞപ്പോൾ ഇത് പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇന്ന് വരെ ആ വരുന്ന കാര്യത്തെപ്പറ്റി ഞങ്ങൾ ഈ തീരുമാനം എടുക്കുന്നിടം വരെ എപ്പോൾ വരും, എങ്ങനെ വരും എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ചർച്ച നടന്നിട്ടില്ല. ഐക്യം പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ആ സാഹചര്യത്തിൽ ഞാനിത് എൻ്റെ സംഘടനാ നേതൃത്വത്തെ അറിയിച്ചു. വന്നില്ലല്ലോ. ഇല്ല, അതിനുശേഷം വന്നിട്ടില്ല. അല്ല, അദ്ദേഹം ഈ കാര്യത്തിന് അവർ അച്ഛനോ മകനോ വന്നിട്ടില്ല. മകനെ വിടാമെന്നൊടുവിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, മകനോട് ഞാൻ പറഞ്ഞു വരണ്ട. കാരണം അതിനകത്ത് നിങ്ങളൊരു രാഷ്ട്രീയ നേതാവാണ്. രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അല്ലല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പത്മഭൂഷൺ കൊടുത്തതിലൊന്നും ഞങ്ങൾക്ക് ആർക്കും അതൃപ്തിയൊന്നുമില്ല. അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണെങ്കിൽ അദ്ദേഹത്തിന് അർഹതപ്പെട്ടത് തന്നെ. അതിനകത്ത് ആക്ഷേപമൊന്നും ഞങ്ങൾക്കില്ല. അതിനെ സംബന്ധിച്ച് ഇതുമായിട്ട് രാഷ്ട്രീയമായി എന്തോ കണക്ഷൻ ഉണ്ട് എന്നുള്ള ഒരു എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പം രാഷ്ട്രീയമായ ഇടപെടൽ ഇതിനകത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ. അല്ല, ഞാനിപ്പോൾ അത് ചോദിക്കുമ്പോൾ ഞാൻ വെള്ളാപ്പള്ളി ഏത് പാർട്ടിയാണ്? മകന് BJP ആണെന്ന് അറിയാം. വെള്ളാപ്പള്ളി ഏത് പാർട്ടിയാണ്? പറയാനൊക്കുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാനൊക്കുമോ?